എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫുട്ബോൾ ലോകത്തെ എല്ലാവരും ആരാധിക്കുന്ന ലയോണൽ മെസ്സിയെക്കുറിച്ചാണ്. അദ്ദേഹം അൾജീരിയക്കെതിരായി ഗോളടിച്ചപ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണ് ഈറനണിഞ്ഞു. അപ്പോൾ അതിനുള്ള കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ ജനഹൃദയങ്ങളെ അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ താങ്ങും തണലുമായി എല്ലാ സമയം അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു, ഹോർഹെ മെസ്സി. അദ്ദേഹം ഇപ്പോൾ രോഗബാധിതനാണ്. എല്ലാ മത്സരങ്ങളിലും സ്വന്തം പിതാവ് ഉണ്ടാകണമെന്നുള്ള വലിയ നിർബന്ധമാണ്. ഒപ്പം മെസ്സിയുടെ എല്ലാ കാര്യങ്ങളും മാനേജർ പദവി വരെ നോക്കിയിരുന്നത് സ്വന്തം പിതാവായിരുന്നു. 13-ാം വയസ്സിൽ തന്നെ മെസ്സിയുടെ കാലിന് എന്തോ ഹോർമോൺസിൻ്റെ തകരാറുള്ള കാരണം അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സ്പെയിനിലെ ബാർസലോണയിലുള്ള ഒരു ക്ലബ് സന്നദ്ധ പ്രകടിപ്പിച്ചു. അതിനുവേണ്ടി മെസ്സിയും പിതാവും ബാർസലോണയിൽ കുറേ അധികം നാൾ ചെറിയൊരു റൂമിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് പിതാവ് ചോദിക്കുമായിരുന്നു, സ്വന്തം നാടായ അർജൻറ്റീനയിൽ പോകണമോ എന്ന്. അല്ല, ഈ ഫുട്ബോൾ അത് തന്നെ പരിശീലിച്ച് ഒരു ഫുട്ബോൾ താരം ആകണമെന്ന് കേട്ടപ്പോൾ ഫുട്ബോൾ അതിൽ തന്നെ ശ്രദ്ധിക്കണമെന്ന് മെസ്സി പറയുകയും പിതാവ് മെസ്സിയോടൊപ്പം ബാർസലോണയിൽ കുറേ അധികം നാൾ തങ്ങേണ്ടി വന്നു. ഇന്ന് ഫുട്ബോൾ പ്രേമികളുടെ ഇതിഹാസ താരമായി മെസ്സി മാറിക്കഴിഞ്ഞു. എങ്കിൽ തന്നെയും സ്വന്തം പിതാവിൻ്റെ അഭാവം മെസ്സിയെ നല്ല രീതിയിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും ഒരു പിതാവിനെ അനുസരിക്കുന്ന, പിതാവിൻ്റെ തണലിൽ വളർന്ന് ഇത്രയും വലിയൊരു ഫുട്ബോൾ ലോകത്തിൻ്റെ ഒരു പ്രധാനിയായി മാറ്റിയെടുത്തതിൽ പിതാവിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. അദ്ദേഹം അർജൻറ്റീനയിൽ ഒരു സ്റ്റീൽ ഫാക്ടറിയിലെ ഒരു സൂപ്പർവൈസറായി പണി ചെയ്യുകയായിരുന്നു. മകൻ്റെ അഭിലാഷം സാധൂകരിക്കാൻ അദ്ദേഹം സ്പെയിനിൽ ബാർസലോണ എന്ന സ്ഥലത്തേക്ക് വരികയായിരുന്നു. എന്നാൽ മകൻ്റെ അഭിലാഷം സഫലീകരിക്കാൻ പിതാവിന് സാധിച്ചു. അദ്ദേഹം രോഗശയ്യയിലാണെങ്കിലും മെസ്സിയും കുടുംബവും ഇപ്പോഴും വിശ്വസിക്കുന്നത് എത്രയും വേഗം രോഗങ്ങളെല്ലാം അതിജീവിച്ച് പിതാവ് തന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. ഒരു നിമിഷം അദ്ദേഹം ഗോളടിച്ച് ആ കളി തീർന്നപ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണ് അണിഞ്ഞു. കാരണം അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ച ആ കളി കാണാൻ തൻ്റെ പിതാവ് ഒപ്പമില്ലെന്നുള്ളൊരു ആ ഒരു ഓർമ്മയിൽ കണ്ണീറിന് അണിയുകയായിരുന്നു. നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, ഏതൊരു കുഞ്ഞുങ്ങളും തൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹ ആശീസ്സുകളോടെ എന്ത് ചെയ്താലും അവർ വിജയം കൈവരിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് ലോകം ആരാധിക്കുന്ന മെസ്സി എന്ന
ഇതിഹാസം. ഏതു വ്യക്തിയും എന്തിലും ജയം നേടണമെങ്കിൽ പിതാവിൻ്റെയും അതിലുപരി അമ്മയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. അവരുടെ പ്രാർത്ഥനകൾ എല്ലാവർക്കും ഗുണമേ ചെയ്യത്തുള്ളൂ, ഒരിക്കലും ദോഷം ചെയ്യില്ല. ഒപ്പം പിതാവും മാതാവും ആഗ്രഹിക്കുന്നത് മക്കൾ എപ്പോഴും നല്ല രീതിയിലാകണം, ഉന്നതങ്ങളിലെത്തണം. അതെത്തണമെങ്കിൽ അനുസരണശീലമുള്ള, പ്രയത്നശീലമുള്ള ഏതൊരു കുട്ടികൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കും അനായാസം. അതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല. ഈ ലയോൺ മെസ്സിയുടെ ഓരോ ചലനങ്ങളും വളരെ കാഠിന്യമേറിയ ദിവസങ്ങൾ, നാളുകളെയും ജീവിച്ചാണ് ഇന്ന് ഇങ്ങനെയുള്ളൊരു മെസ്സിയെ ലോകത്തിന് അറിയാൻ സാധിച്ചത്. കുടുംബത്തെ സ്നേഹിക്കുകയും എപ്പോഴും കുടുംബത്തോടൊപ്പം ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഈ കലാകാരന്, ഈ ഫുട്ബോൾ ഇതിഹാസത്തിനും ആ ഇതിഹാസത്തെ ഈ രീതിയിൽ സ്വന്തം തണലിൽ വളർത്തിയെടുത്ത ആ പിതാവിനും നമുക്ക് ഏറ്റവും വലിയ, എത്ര പ്രശംസ നേടിയാലും മതി വരില്ല. എങ്കിൽ തന്നെയും മെസ്സിക്കും അദ്ദേഹത്തിൻ്റെ പിതാവിനും എല്ലാവിധ മംഗളങ്ങളും നമുക്ക് ഈ നിമിഷം നേരാം. അദ്ദേഹത്തിന് ഇനിയും പല രീതിയിലുള്ള കളികളും അദ്ദേഹത്തിൻ്റെ ആ ഫുട്ബോൾ പന്ത് കൊണ്ടുള്ള മേജിക്കും നമുക്ക് കാണാൻ ഇടവരട്ടെ. അതിനുള്ള ശക്തിയും ആവേശവും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.